നാളായിട്ട് ഞാൻ കാത്തിരുന്ന ഞങ്ങളുടെ ഫാമിലി ട്രിപ്പാണെന്ന്. അപ്പൊ ഞങ്ങൾ പോവേണ്. ശിവിയുണ്ട്, ആദുണ്ട്, തുമ്പിയുണ്ട്. അപ്പൊ എല്ലാരും കൂടി പോകണം. അപ്പൊ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കൂലെന്നത് ഉണ്ണിമായ പറഞ്ഞുകൊണ്ട് ഞാൻ കഴുത്തിന്റെ പുറയിലേക്ക് ഒട്ടിച്ച് പോകാൻ പോവാണ് കേട്ടോ. അപ്പൊ അതാ ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. ഒരു ആലുവ ഏകദേശം എത്താറായപ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നു. പിന്നെ ഛർദ്ദിക്കലിന്റെ ഉദ്ഘാടനം ആദ്യം ആണ് തുടങ്ങിയത്. പിന്നെ ഈ ടൂറിന്റെ മെയിൻ കോർഡിനേറ്ററിനെ കാണിച്ചു തരാം. ഇതായിരുന്നു ആള്. പക്ഷെ ആലുവ എത്തുന്നതിന് മുന്നേ ഛർദ്ദിച്ച ആവശ്യത്തേക്ക് കിടപ്പായി. ഇവിടെ നിന്ന് തണുപ്പ് പ്രതീക്ഷിച്ച് അവിടെ ചെന്നിട്ട് ഒടുക്കത്തെ ചൂടായിട്ട് പ്രാന്ത് പിടിച്ചിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഏതോ ഒരു തേയിലത്തോട്ടത്തിൽ കയറി ഇങ്ങനെ പോസിലൊക്കെ വീഡിയോസ് എടുത്തു. ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഊതി എന്റെ ശ്വാസം പോവല്ലാണ്ട് ഫോട്ടോ ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ കയറുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, കിടക്കുന്നു. പിന്നെ ഇറങ്ങുന്നു, ഫോട്ടോ എടുക്കുന്നു. പിന്നെയും കയറുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, കിടക്കുന്നു. അതിനുശേഷം മൊട്ടക്കുന്ന് കാണാൻ പോയി. മൊട്ടക്കുന്ന് ഒടുക്കത്തെ വലുതായതുകൊണ്ട് ഞാൻ കയറിയൊന്നുമില്ല. പകുതി കയറിയിട്ട് ഇത്തിരിയും പട്ടവും പറപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. എന്തായാലും 100 രൂപ മേടിച്ചല്ലേ. പിന്നെയും കയറുന്നു, ഉറങ്ങുന്നു. അപ്പൊ അടുത്ത ആള് ഛർദ്ദിക്കുന്നു. രാവിലെ കഴിച്ചൊക്കെ പോയില്ലേ, എന്നാ പിന്നെ ചോറിനാന്നും പറഞ്ഞ് നേരെ പോയത് തങ്ങൾപ്പാറയിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്ന് ജസ്റ്റ് മിഡിൽ ക്ലാസ് തിങ്സ് ആണ് ഈ കണ്ടുപിടിക്കുന്നത്. എല്ലാ സാധനവും കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് പിന്നെ ഛർദ്ദിക്കാൻ വന്ന്. പിന്നെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ പോയി. അവിടെ നിന്ന് പിന്നെയും പോകുന്നു. അപ്പൊ ഒരു മരം വീണടോ. അതുകൊണ്ട് മരമൊക്കെ പൊക്കി മാറ്റി ഞങ്ങളല്ല വേറെ ആരോ പിന്നെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്തു. ആ കണ്ണീര് തുടച്ചിട്ട് പറ.